ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? ബ്രെഡ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ചധികം ഈവനിങ് സ്നാക്കാണ് കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ ഓരോ റെസിപ്പിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു പാർട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ബ്രെഡിൻ്റെ ആ ഒരു പുറം ഭാഗം 4 സൈഡും കട്ടാവാത്ത രീതിയിൽ ഈ അകത്തെ പാർട്ട് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കളയണ്ട, ഇത് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 1 ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലോണം കുറക്കുക. 1 ടീസ്പൂണ് നെയ്യ് ചേർത്തിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ആദ്യം ഈ ഒരു പാർട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 2 പീസ് നമുക്ക് പാനിൽ കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ 2 പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് മുട്ട നമ്മൾ ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. 2 ഈ പീസിലോട്ടും മുട്ട ഇതുപോലെ അകത്ത് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഈ ഒരു മഞ്ഞക്കരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഒരു സമയത്തൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം നല്ലോണം കുറക്കുക, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ നല്ലോണം കുറച്ച് വെച്ചിട്ടാണുള്ളത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തക്കാളി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഇതുപോലെ ക്യാപ്സിക്കം, അതുപോലെ തക്കാളി, പിന്നെ വേണമെങ്കിൽ ഒരിച്ചിരി സവാള വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടിയും കൂടെ മുകൾ ഭാഗം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, അപ്പോൾ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. എന്നിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതിലൊന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും എന്തായാലും അത് ഒട്ടിക്കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് നിങ്ങൾക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ മിൻസ് ചെയ്തതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്ലൈസ് ചെയ്ത പീസാണ്. വലിയ പീസാണെങ്കിൽ വലിയ പീസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 ആയിട്ടൊക്കെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അടിഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ മാറ്റാം. ഈ ഒരു സമയത്തൊക്കെ വേണമെങ്കിൽ ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. നമ്മൾ എല്ലാ സംഭവവും ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വേണമെങ്കിലൊക്കെ ഫ്ലെയിം കൂട്ടി വെക്കാം. ആദ്യം മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചാൽ മതി. ഇനി ഇതിൻ്റെ സൈഡിലോട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി നെയ്യൊക്കെ ആക്കി കൊടുക്കാം. മറ്റേ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. അങ്ങനെ നല്ലോണം മൊരിച്ചെടുക്കണമെന്നില്ല. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ അടിഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. കരിഞ്ഞു പോവാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിത് കഴിക്കാൻ നേരത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത്. കാണാനും ഒരു ഭംഗിയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. നമുക്ക് കാണാനും ഒരു ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും ഒന്നും കൂടെ നല്ലത്. സിംഗിൾ പീസായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. സ്ക്വയറായിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ സാൻഡ്വിച്ച് കട്ട് ചെയ്യുന്ന പോലെ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാനും അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോഴാണെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. മൊത്തത്തിലെല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. എന്താണെങ്കിലും നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴല്ലേ, അപ്പോൾ തണുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. ഇതും എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 3 പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുള്ള 3 പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ എടുത്താൽ മതി. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അങ്ങനെ ആക്കി എടുക്കണമെന്നില്ല. ചെറിയ രീതിയിൽ എല്ലാം കൂടെ ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഇടയ്ക്ക് വലിയ പീസ് ഉണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പിന്നീട് എല്ലാം കൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഇനി ഇതിലോട്ട് നമുക്ക് സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ 1-2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരെണ്ണം ചേർത്ത് കൊടുത്താലും മതി ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂണും കുറച്ച് കുറവായിട്ട് തന്നെ ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി, അതുപോലെ ഒരു നുള്ള് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് ഒറിഗാനോ, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 4 സ്ലൈസ് ബ്രെഡാണ്. ഇത് കട്ട് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ബ്രെഡിലും ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു സവാള അതിനനുസരിച്ച് ഒരു ഇച്ചിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പരുവത്തിന്, നമുക്കിത് ബോൾസാക്കി എടുക്കാൻ പരുവത്തിന് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നല്ലോണം ആ ഒരു രീതിയിൽ തന്നെ ബോൾസാക്കി എടുക്കാൻ പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു രീതിയിൽ മാവായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്. മാവ് ലൂസാണ് എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ചേർക്കുമ്പോൾ തന്നെ പാകത്തിനാകുന്നുണ്ട്. ബ്രെഡ് പോരാന്നുണ്ടെങ്കിൽ 1-2 ബ്രെഡ് കൂടുതൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രം ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ബോൾസാക്കി എടുക്കാൻ പാകത്തിന് തന്നെ ആയി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പാകത്തിന് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ ബോൾസാക്കി എടുക്കുക, കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുത്താൽ മതി. ഈ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ റോൾ ചെയ്തെടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഇനി സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയാണിത്. അപ്പോൾ ഈ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും കൈയൊക്കെ ഒന്ന് തുടച്ചിട്ട് തന്നെയാണ് കോട്ടിങ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കൈ കൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്ത ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയിലോട്ട് പൊടി അങ്ങനെ വീഴുന്നൊന്നുമില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ സാധാ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. ഇതിന് ഒരുപാട് പണിയൊന്നുമില്ല. അല്ല, എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാം കൂടെ ഒന്ന് നമ്മൾ കുഴച്ചെടുത്താൽ മതി. അങ്ങനെ മസാല വഴറ്റിയെടുക്കുന്ന അങ്ങനെ ഉള്ള പണിയൊന്നുമില്ല. മൊത്തത്തിലെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്ത് വെച്ചാൽ മതി. നമുക്കിതുപോലെ ഫ്രോസൺ ആക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ ഞാൻ കട്ട്ലറ്റ് ഫ്രോസൺ ആക്കി വെക്കുന്ന വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിന്. ആ ഒരു രീതിയിൽ തന്നെ ഇത് നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ. പിന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു സൈഡ് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ നല്ല കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് അത്ര പണിയൊന്നുമില്ല. അതിനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ മുകൾ ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് കുറച്ച് സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡ് ബൈറ്റാണ്. അപ്പോൾ ഇതും എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതാ ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് സാവധാനം ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല. കുറച്ച് വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3 മുട്ടയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ നേരെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ടല്ല, പകുതി ചേർത്താൽ മതി. പിന്നെ ഇതിലോട്ട് 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചാറ്റ് മസാല പൗഡർ, അതുപോലെ ഒരു നുള്ള് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒറിഗാനോ 1/4 ടീസ്പൂണൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, അതിനേക്കാളും കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ചെറിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ 1/4 ടീസ്പൂൺ എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതിപ്പോൾ എല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഒരു 12 സ്ലൈസാണ് കേട്ടോ ബ്രെഡ് ഏകദേശം വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് നല്ലോണം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം തിളക്കുമ്പോൾ അതിൻ്റെ തട്ടിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി കൊടുത്താൽ മതി. മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ബ്രെഡ് കിട്ടുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് പരത്തിയെടുക്കാനുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പരത്തിയെടുത്ത ശേഷം സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. തിന്നായിട്ട് ഇതുപോലെ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡ് 4 സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡിനെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ബ്രെഡിലോട്ട് ജസ്റ്റ് ഒന്ന് മസാല വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അട ഒക്കെ ചെയ്യുന്നില്ലേ, 2 അറ്റവും അതുപോലെ ഇങ്ങനെ 3 സൈഡും ഒട്ടിച്ച് കൊടുക്കാറില്ല. ആ ഒരു രീതിയിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാതെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കാണാൻ വേറൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം. ഇനി ഇതിലോട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു മുട്ട ബീറ്റ് ചെയ്തതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ടക്ക് പകരം മൈദമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ബ്രെഡ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈഡിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ പകുതിയായിട്ടും പിന്നെ ഇതിൻ്റെ ഉൾഭാഗം പകുതിയായിട്ടും നമുക്ക് ഈ ഒരു മുട്ടക്കൂട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദമാവ് വേണമെങ്കിൽ മൈദമാവ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതുപോലെ ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഈ ഒരു രീതിയിൽ.
ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ഒട്ടി കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാനൊരു നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും നമുക്ക് സെർവ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് ഇതുപോലെ മസാല വെച്ചിട്ട് നന്നായിട്ട് അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലോട്ടൊന്നും ആവാത്ത രീതിയിൽ അകത്തായിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ 2 സൈഡിൽ ഈ ഒരു അറ്റത്തും കൂടെ നമ്മൾ മുട്ടക്കൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മുട്ടക്കൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നന്നായിട്ട് ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ നമ്മൾ ഇതിൻ്റെ സൈഡ് മാത്രം പിടിച്ചിട്ട് ഈ സൈഡ് മാത്രം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ അങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഈ ഒരു സൈഡ് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് സൈഡൊക്കെ. അതുപോലെ ഇതിൻ്റെ നടുക്ക് നമ്മൾ ആദ്യം ഒട്ടിച്ച ഭാഗം അത് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. സാവധാനം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ മൊത്തത്തിൽ. പിന്നെ ഇതുപോലെ ബ്രെഡ് വെച്ചിട്ട് വേറൊരു രീതിയിൽ ചെയ്യുന്ന ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഒരുപാട് തരം സ്നാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫില്ലിംഗ് ഒക്കെ വേറെയാണ്, ഇതുപോലെയല്ല. ഫില്ലിംഗ് ചെയ്യുന്നതൊക്കെ വേറെ രീതിയിൽ. അതുപോലെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ടല്ലാത്ത നടുക്കുന്നൊന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഒരു സ്ലൈസ് നമുക്ക് 2 സെയിം പീസായിട്ട് നടുക്കുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പീസിൻ്റെ നടുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കും. എന്നിട്ട് ഒരു അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തോട്ട് നമ്മൾ ഇങ്ങനെ മൈദ പേസ്റ്റ് അല്ലെങ്കിൽ മുട്ടക്കൂട്ട് എന്തെങ്കിലും ചേർത്തിട്ട് മൊത്തത്തിൽ ഒട്ടിച്ച് 4 സൈഡും ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്ക്വയർ ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ പീസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആ ഒരു മസാല ഡിഫറെൻ്റാണ്. ഈ ഒരു മസാല വേറെ രീതിയിൽ രണ്ടും അതിൽ മുട്ട ചേർക്കുന്നില്ല. ആ ഒരു മസാലയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതും. അപ്പോൾ ഇതുപോലെ എല്ലാം ആദ്യം ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അത് ഒട്ടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഓൾറെഡി അവിടെ നനഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി വേറെ ഇത് മുട്ടക്കൂട്ടിൽ ഡിപ്പ് ചെയ്യാനോ ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യാനൊന്നുമില്ല. ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ എണ്ണ കുടിക്കുന്നൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ബ്രെഡിൻ്റെ ആ ഒരു പീസൊക്കെ നന്നായിട്ട് ഒന്ന് പരത്തിയിട്ടൊക്കെ അല്ലേ ജസ്റ്റ് ഒന്ന് തിന്നാക്കി എടുത്തിട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു മൈദ മാവൊക്കെ നമ്മൾ പരത്തിയെടുക്കുന്ന ആ ഒരു ഏകദേശം ആ ഒരു ചെറിയ ടെക്സ്ചറൊക്കെയാണ്. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ തന്നെ ആ ഒരു ടെക്സ്ചറല്ല. അപ്പോൾ അങ്ങനെ എണ്ണ കുടിക്കുന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മസാലയൊന്നും ഫില്ലിങ്ങൊന്നും പുറത്തൊന്നും വന്നിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ്. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്ങും ഡിഫറെൻ്റാണ് നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ ഞാനിത് ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. പുറം ഭാഗം ഒരു ക്രിസ്പിയും അകത്ത് ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് ഈ ഒരു മുട്ടക്കൂട്ടിൻ്റെ ഫില്ലിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ ഇതും ഒരു കാണാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അതുപോലെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മീഡിയം സൈസിലുള്ള 3 പൊട്ടാറ്റോ ആണ് കേട്ടോ. വലിയ പൊട്ടാറ്റോ ആണെങ്കിൽ 3 എണ്ണമൊന്നും വേണ്ട. മീഡിയം സൈസിലുള്ള 3 പൊട്ടാറ്റോ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ മാഷ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ പൊട്ടാറ്റോ മാഷ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ ചൂടോടെ തന്നെ ഉടച്ചെടുക്കാൻ നോക്കുക. അതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പേസ്റ്റ് പരുവത്തിൽ തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ പോരാ, നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇത്രയും മതിനി. ഇതിലോട്ട് നമുക്ക്
കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മാത്രം മതി. പിന്നെ 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പോലെയാണ് ഉള്ളത്. നമുക്കിതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മൾ ഇതിലോട്ട് ബ്രെഡിലോട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 1-2 ടീസ്പൂൺ മാത്രം നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചില പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമ്മളിങ്ങനെ മാഷ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം കുറച്ചൊന്ന് ലൂസായിട്ടൊക്കെ വരാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1-2 ടീസ്പൂൺ, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത ഇഞ്ചി, അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ചാട്ട് മസാല കയ്യിലില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ കായപ്പൊടി കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ പറഞ്ഞൊരു ഫ്ലേവറാണ്. ഇതിപ്പോൾ എല്ലാം കൂടെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമ്മൾ ബ്രെഡിലോട്ട് തേച്ച് കൊടുക്കാൻ പാകത്തിന് നമ്മൾ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഏകദേശം ഒരു 10-12 സ്ലൈസ് ബ്രെഡ് നമുക്ക് ഈ ഒരളവിൽ വേണം കേട്ടോ. അപ്പോൾ ഇനി ബ്രെഡ് ഇതിപ്പോൾ സോഫ്റ്റ് ബ്രെഡ് തന്നെയാണ്, പക്ഷേ ഒന്നും കൂടെ നമുക്ക് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റീമറിൽ നമ്മൾ വെള്ളം തിളക്കുമ്പോഴേക്കും അതിൻ്റെ തട്ടിലോട്ട് ബ്രെഡ് ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ബ്രെഡ് കിട്ടുന്നുണ്ട്. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതോ അല്ലെങ്കിൽ റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതോ അങ്ങനെയുള്ള ഇതൊന്നും വരുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മൈദമാവൊക്കെ നമ്മൾ പരത്തിയെടുക്കുന്ന ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല തിന്നായിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുമ്പോൾ. ഇനി നമ്മളിതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുക. 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 4 അരികും കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ല, നല്ല തിന്നായിട്ട് തന്നെയാണ് ഇത് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകുമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒരു 2 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി. നല്ലോണം തിന്നായിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കണമെന്നില്ല, കുറച്ചൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ബട്ടറൊക്കെ പുരട്ടുന്ന പോലെ കുറച്ച് അതിനേക്കാളും കുറച്ച് കട്ടിക്ക് തന്നെ ഒന്ന് പുരട്ടി കൊടുക്കുക. പക്ഷേ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ പുറത്ത് വരാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മസാല. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ കിട്ടിക്കോളും, അറ്റം അങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മസാലേൻ്റെ ഇതിൽ തന്നെ ഒട്ടും. ഇനി ഇത് നമ്മൾ ഇതുപോലെ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ മൊത്തം ബ്രെഡ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളൊരു സ്ക്യൂർ വെച്ചിട്ട് ഈ ഒരു 3 പീസും ഒറ്റ ഇതുപോലെ നമ്മളൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മസാല വെച്ച അറ്റമല്ല കേട്ടോ, ഇപ്പുറത്തെ ഈ ഒരു അറ്റത്താണ് ഇങ്ങനെ കുത്തി കൊടുക്കേണ്ടത്. പൊട്ടിപ്പോവാത്ത രീതിയിൽ സാവധാനം കുത്തി കൊടുത്താൽ മതി. മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ മുട്ടക്കൂട്ട്, ഇതിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയാണ്. ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എല്ലായിടത്തും ഇതുപോലെ കവറാകാത്ത രീതിയിൽ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ആക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ബ്രെഡ് ക്രംസിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് കൈ കൊണ്ടൊക്കെ തൂക്കി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ബ്രെഡ് ക്രംസൊക്കെ എണ്ണയിലോട്ട് വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ നന്നായി കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് ഫ്ലെയിം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം നല്ലോണം കുറക്കാട്ടോ ആദ്യം.
എന്നിട്ട് ഫ്ലെയിം ഒരു ഇച്ചിരി മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ നല്ല ചൂടായ ശേഷം ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം ആദ്യം ഒരു ഇച്ചിരി കുറക്കാം. ഇനി നമ്മളിത് ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി വരും. ബ്രെഡല്ല, അപ്പോൾ ഒരുപാട് സമയം വെക്കേണ്ടതില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും ഫ്രൈ ആയി വരുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം, ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സ്നാക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ നമ്മളിതുപോലെ ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല പാകത്തിന് നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 12 സ്ലൈസ് വെച്ചിട്ട് നമുക്കിതുപോലെ 12 എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ സെർവ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. നമുക്ക് വിരുന്നുകാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് സിമ്പിളാണ്. പക്ഷെ നമുക്ക് ഈ ഒരു രീതിയിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.